ഹലോ ഗെയ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ എഴുന്നേറ്റ് പുറത്തൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടന്നിട്ട് ഇവിടെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് പൂരിയും കിഴങ്ങേറിയാണ്, ഉരുളക്കിഴങ്ങ് കറിയാണ്. അപ്പം രാവിലെ ചായ ഇടാൻ വേണ്ടിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ കാപ്പിക്കുള്ള പരിപാടികൾ നോക്കട്ടെ. അപ്പോൾ ഞാനിതാ ഉരുളക്കിഴങ്ങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ സഹോദരനും കുടുംബമൊക്കെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. രാവിലെ അവരെ വിളിച്ചില്ല, അത് വിളിച്ച് നോക്കണം എപ്പോഴാണ് വരണമെന്നുള്ളത്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. രാവിലെ ഞാൻ എഴുന്നേറ്റായിരുന്നു. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം ഞാൻ പുറത്തൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോയി. മുറ്റത്തൂടെയൊക്കെ കുറച്ച് നേരമൊക്കെ ഒന്ന് നടന്നു. ഒന്ന് റിലാക്സ് ആയതിന് ശേഷം ആണ് ഞാൻ കിച്ചണിലേക്ക് വന്നത്. ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് കുക്കറൊക്കെ അടുപ്പത്തേക്ക് വെച്ചു. കടുകൊക്കെ വറുത്തിട്ട് ഉരുളക്കിഴങ്ങ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് 2-3 വിസിൽ കേൾപ്പിച്ച് എടുത്താൽ മതിയാവും. പിന്നെ അതിന് ശേഷം മക്കളൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ എഴുന്നേറ്റൊക്കെ വരുന്നതേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ സഹോദരനും കുടുംബമൊക്കെ വരുന്നുണ്ടെന്ന്. അപ്പം അവരെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ശേഷമേ വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഉച്ച കഴിയും. അത് രാവിലെ തന്നെ ഒരു മഴക്കമുണ്ട് കേട്ടോ. ഇന്നലെ അപ്പോൾ 2-3 ദിവസം കൊണ്ട് ഇത്തിരി മഴയൊക്കെ ഉണ്ട്. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് മഴയുണ്ട്. അവർ വരുന്ന സമയത്ത് ഇനി മഴയാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പം ഞാൻ ആ കുക്കറിൻ്റെ അടപ്പൊക്കെ എടുത്ത് അടച്ചു വെച്ചു. ഇനി അവിടെ ഇരുന്ന് അത് വിസിൽ കേൾക്കട്ടെ. അപ്പോൾ പൂരിക്ക് ഉള്ള സാധനങ്ങളൊക്കെ കവറിലാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പം പൂരിയൊക്കെ വറുത്ത് കോരി മക്കൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം കറിയൊക്കെ വച്ച് കഴിഞ്ഞു. കറിയൊക്കെ വെച്ച് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പം പൂരിയും ഉരുളക്കിഴങ്ങ് കറിയാണ് രാവിലെ നമുക്ക് കാപ്പിക്കായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വടയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ ഒന്ന് ഹാളിലേക്ക് വന്നതാണ്. വന്നപ്പോഴത്തേക്കും മോളിതാ ഭയങ്കര ചിത്രരചനയായിട്ട് ഇരിക്കുകയാണ്. നോക്കിയപ്പോഴത്തേക്കും അത് പത്രത്തിലാണ് കേട്ടോ വരയ്ക്കുന്നത്. ഞങ്ങളിടയ്ക്ക് മക്കൾക്കുള്ള ബുക്സൊക്കെ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും കുറച്ച് കളേഴ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ, അതാണ് ആ പരിപാടിയാണ് പുള്ളിക്കാരത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾ അവിടെ ഇരുന്ന് വരയ്ക്കട്ടെ. അത് കഴിഞ്ഞ് ഞാൻ നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചണിൽ എനിക്കിനി വേറെ പരിപാടികളുണ്ടല്ലോ, ഉച്ചത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞങ്ങളുടെ ഇവിടെ പുളിഞ്ചിയുടെ ഒരു മരമുണ്ട്. മരമായില്ല, അത് ചാക്കിൽ നട്ടേക്കുന്നതുകൊണ്ട് വലിയ മരമൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് ഉണ്ടായതാണ് പുളിഞ്ചിക്ക. അപ്പോൾ അതെടുത്ത് ഇന്ന് ഒഴിച്ചു കൂട്ടാനായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അതെടുത്ത് അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം അത് അരിഞ്ഞ് കഴിഞ്ഞു. ഇനി അത് അടുപ്പിലേക്ക് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതവിടെ ഇരുന്ന് ആവുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ച് പയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. പയർ ഇവിടെ അടുത്ത് ഒരു വീട്ടിലെ ഒരു ചേച്ചി കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എല്ലാ തിങ്കളാഴ്ച ദിവസവും ഞങ്ങളെ ഇവിടെ കൊണ്ടുവരും. മുമ്പ് ചീരയും പയറും ആയിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഇപ്പം പയർ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പം ഞാൻ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഞാൻ ആ ചേച്ചിയുടെ നിന്ന് വാങ്ങിക്കാറുണ്ട്. അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ ഇത്. അത് തോരന് വേണ്ടിയിട്ട് അരിയുന്നതാണ്. അപ്പം ഞാൻ ഓരോ സ്ഥലത്ത് ഓരോന്നല്ലേ പറയുന്നത്. ഞങ്ങളുടെ ഇവിടെ തോരൻ എന്നാണ് പറയുന്നത്, തിരുവനന്തപുരം ഭാഗത്തോട്ട്. വേറെ സ്ഥലത്തൊക്കെ ഉപ്പേരി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടെ തോരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ തോരന് വേണ്ടിയിട്ട് ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു, എണ്ണ ഒഴിച്ചു. ഇനി കടുകൊക്കെ പൊട്ടിച്ച് വറുത്തിട്ട് തോരൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വയ്ക്കാം. വെന്തതിന് ശേഷം അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ തോരനായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ചടപടയെന്ന് ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഗ്യാസ് പണി കിട്ടിയത്. കറണ്ട് പോയതുകൊണ്ട് ഒന്നും അരയ്ക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ പുളിഞ്ചിക്ക് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിനും അരച്ചിട്ടില്ല. പിന്നെ വേറെയും കറി വയ്ക്കാൻ ഉണ്ടായിരുന്നു. ചക്ക ഉണ്ടായിരുന്നു കേട്ടോ, ചക്ക. പിന്നെ മീൻ വയ്ക്കാൻ ഉണ്ടായിരുന്നു. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുകയാണ് അടുപ്പത്ത്. പിന്നെ ചക്കയുടെ കാര്യം ഞാൻ പിന്നീടാണ് കേട്ടോ ഓർമ്മിച്ചത്. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് അങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ചക്കയും കൂടെ വച്ചാൽ മതി. അപ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴത്തേക്കും കറണ്ട് വന്നു. ഞാൻ പെട്ടെന്ന് എല്ലാത്തിനൊക്കെ അരച്ചങ്ങ് വെച്ചു കേട്ടോ. അപ്പോൾ എല്ലാ കറികളും ചോറും എല്ലാം ആയിട്ടുണ്ട്. ചക്കയും എല്ലാം വച്ചു. ഇനി അടുത്ത് ചോറ് വിളമ്പുകയാണ് കേട്ടോ. ചോറ് എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കോരുന്നത്. അപ്പോൾ കുറച്ച് ചോറും ചക്കയും കുറച്ച് തോരനും പിന്നെ കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു.
അപ്പോൾ ആ മീൻകറിയും കൂടെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഉച്ചത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. പിന്നെ പുഞ്ചിക്ക് ഒഴിച്ചുകൂട്ടാൻ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഒഴിച്ച് ആണ് ഞാൻ കഴിക്കുന്നത്. ചേട്ടയും കുടുംബമൊക്കെ വന്നപ്പോഴത്തേക്കും രാത്രി 7 മണി ആയിട്ടുണ്ടായിരുന്നു. അവർ വരുന്നതാണ് ഇത്. അപ്പോൾ അവർ ബുക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അതാണ് ഇത്രയും താമസം. അതല്ല, മോൻ്റെ സ്കൂളിലൊക്കെ പോകണമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ കുറേ നേരമൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു. ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ തിരികെ അങ്ങ് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബായ്.